വിചാരിക്കട്ടെ. പക്ഷേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തങ്ങളുടെ അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായുടെ ഭക്തന് വിഗ്രഹവാൻ പിതാവേ, ഞങ്ങളുടെ അപേക്ഷിക്കണം. ഞങ്ങളുടെ പേര് പോകാൻ വിശുദ്ധരെ, കൗരമാലാകന്മാരെ, സ്വർഗീയ മധ്യസ്ഥരെ, സാക്ഷികളെ ഇടമഞ്ഞ കൊണ്ട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മായ വക്താനം പോലെ ഇപ്പോൾ ഞങ്ങളിൽ ശുശ്രൂഷ നിറഞ്ഞു നിൽക്കണമേ. ഓരോ മകൾ ശ്രവിക്കുവാനും അവരെല്ലാം കർത്താവ് അവിടുത്തെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും സത്യം അറിയുവാനും സ്വതന്ത്രമാക്കപ്പെടുവാനും അവിടെ നിന്നാണ് വഴി, അവിടെ നിന്നാണ് ജീവൻ, അവിടെ നിന്നാണ് ഞങ്ങളുടെ സർവ്വസ്വം. കർത്താവ് യോഹന്നാൻ 6 വഴിയും സത്യം ജീവനും ഈശോയാകുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, വഴി തെറ്റാതെ സഞ്ചരിക്കുവാൻ കർത്താവ് അവിടുത്തെ കുഞ്ഞാടുകൾ ഞങ്ങളുടെ കർത്താവ് വഴി തെറ്റാതെ സഞ്ചരിക്കുവാൻ, വഴി തെറ്റിപ്പോകുന്നവർ തിരിഞ്ഞു നടക്കുവാൻ, അതിനുള്ള സുബോധം കൊണ്ടുപോകാൻ, ദൈവത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മധ്യസ്ഥ ഞങ്ങളുടെ അപേക്ഷിക്കണമേ. എല്ലാ മാലാകന്മാരും മുഖ്യദൂതന്മാരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മികമാർവിനെ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവിടെ സ്നേഹം ഞങ്ങളുണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മായ വക്താനം പോലെ ഞങ്ങൾ നിരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അഭിഷേകം കർത്താവേ, അഭിഷേകം കർത്താവേ, അഭിഷേകം കർത്താവ്, പരിശുദ്ധാത്മ അഭിഷേകം കർത്താവേ, പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങൾ നിറയണമേ, 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 നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരണം, മനസ്സിൽ വരണം, മനസ്സാക്ഷിയിൽ വരണം, ബോധമനസ്സിലേക്ക് വരണേ. ബുദ്ധി, ചിന്ത, ഭാവനെല്ലാം വരണം. കണ്ണുകളിൽ കാഴ്ച കേൾപ്പിച്ച് നാമത്തിൽ ശബ്ദത്തിലെല്ലാം വരണം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബലകീർത്തിയും വരണമേ. ജീവനായി 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 നിറമേ. ജീവിതത്തിലേക്ക് കടന്നു വരണം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം, മക്കളിലേക്ക് കടന്നു വരണം, ജീവിത പങ്കാളിലേക്ക്, മാതാപിതാക്കളെ, സഹോദരങ്ങൾ കടന്നു വരണം. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയും കടന്നു വരണം. ഞാൻ ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ 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 ചൊരിയണമേ. കൃപമേൽ കൃപ ചൊരിയണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31 തിരുവചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല നമുക്കറിഞ്ഞുകൂടെ. നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്ത തിരുവചനമാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം ഗൗരവം കൊടുക്കുന്ന വചനമാണ്. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു മറ്റമില്ലാത്ത വചനം: ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്ന് നമ്മൾക്കറിഞ്ഞുകൂടെ. അന്ധനായ മനുഷ്യൻ പറയുകയാണ്, അധികാരിയോടെ പറയുന്നത്, അവിടുത്തെ സ്ഥാനമകത്തപ്പെടുന്ന അന്നത്തെ അധികാരികൾ പറയുകയാണ്. അപ്പോൾ നാമം അത് ആ വചനം ഏറ്റിട്ട് എനിക്കെങ്ങനെ അനുഭവിക്കുക? ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്രയോ പ്രാർത്ഥിച്ച് മടുത്തവരാണ്, തളർന്നവരാണ്. ധ്യാനം കൂടി പ്രാർത്ഥിച്ചും സഹിച്ചും പരിത്യാഗ പ്രവൃത്തി ചെയ്തും നമ്മൾ നൊവേനകൾ നടത്തിച്ചും പല ഓടി നടന്നും ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അപ്പോൾ ഒരു പാപി എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മൾ അറിയേണ്ടത്, അനുതപിക്കുന്ന ഒരു പാപിയോർത്ത് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. അനുതപിക്കുന്ന പാപിയോർത്ത്. ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഒരൊറ്റ പ്രാർത്ഥന മതി, ഒരു കുർബാന മതി, ഒരൊറ്റ നിലവിളി മതി, ഒരു തീർത്ഥാടനം മതി. എത്രയോ പ്രാർത്ഥനകൾ നമ്മളെ എങ്ങനെ കിടക്കുകയാണ്, പ്രാർത്ഥിച്ച് നമ്മൾ എത്രമാത്രം അവശരായവരാണ്. അപ്പോൾ അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗത്തിൽ സന്തോഷമുണ്ട്. ധൂർത്തുപുത്രൻ അനുതപിച്ചപ്പോഴാണ് അവൻ രക്ഷ കടന്നു വരിക. അനുതപിക്കുന്ന പാപിയോർത്ത്, അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. ധൂർത്തം തിരിച്ചുമ്പോൾ സ്വർഗത്തിൽ വലിയ ആഘോഷമൊക്കെ നടന്നു. ഒരു പാപി അനുതപിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അത് സ്വർഗത്തിലേക്ക് വലിയ സന്തോഷമുള്ളതാകുന്നതാണ്. അവിടെ ഒരു വലിയ വിഭവസമൃദ്ധമായ സദ്യ നടക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരു പാപി അനുദപിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചു, കൃപ നമ്മൾ നയിക്കപ്പെടണം. പാപം ഏറ്റുപറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കൃപയാണ്. കൃപയുണ്ടെങ്കിൽ ദൈവ സമാധാനം കൊണ്ട് നമ്മൾ നിറയും. അപ്പോൾ പാപം ഏറ്റുപറഞ്ഞ് കൃപയാൽ നയിക്കപ്പെടുമ്പോൾ ആ ഒരു പാപിയുടെ പ്രാർത്ഥന ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്, ഞാൻ കുരിശിലേക്ക് കർത്താവ് മരിക്കുമ്പോൾ അവിടെ ഒരു പാപി അനുദപിക്കുന്നുണ്ട്.
അവന് സുബോധം ഉണ്ടാകുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, ദൈവമല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അതെ, അവൻ രക്ഷ വേണം. ഒരുപക്ഷെ കർത്താവിനെ അവൻ അറിയുമായിരിക്കാം. മരിച്ച ലാസറിനെ പോലും ഉയർപ്പിച്ചവനാണ്, മരിച്ച ബാലിയെ ഉയർപ്പിച്ചവനാണ്, അഴുകിയ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവനാണ്, പാപികൾക്ക് മോചനം കൊടുത്തവനാണ്. ഒരുപാട് കർത്താവിനെ കുറിച്ച് കേട്ടിരിക്കും. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ ദൈവമല്ലേ, ഇപ്പോൾ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ടിട്ട് അടുത്ത കള്ളൻ പറഞ്ഞേ, അവൻ പറയുകയാണ്, നിനക്ക് ദൈവത്തെയും ഭയമില്ലേ? നമ്മുടെ ശിക്ഷ ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ കുരിശിൽ കിടന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ, അവ തറക്കപ്പെട്ട് കിടക്കുമ്പോൾ, മുറിവേറ്റ് കിടക്കുമ്പോൾ, അതിലും വലിയ ശിക്ഷ ഈ ഭൂമിക്ക് ലോകത്തിന് കൊടുക്കാനില്ല. കൊടുക്കാതെ മാക്സിമം സ്വീകരിച്ചവൻ പറയാണ്, ഈ ശിക്ഷ ന്യായമാണ്. അവൻ ഞങ്ങളുടെ പ്രവൃത്തികൾ അതിൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നില്ല. അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്യാത്തതിന് പേര് കിട്ടുന്ന ശിക്ഷയാണ്. അവനങ്ങനെ തൻ്റെ കൂട്ടുകാരൻ്റെ ഉപദേശം അവനൊരു നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, കർത്താവേ, നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്നൊരു അപേക്ഷയും കൂടെ വെച്ചു. അതെ, അനുതപിച്ച ആ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. നീ ഇന്ന് എന്നോട് കൂടി പറുദീസായിൽ. ഹല്ലേലൂയ. അവൻ്റെ ജീവൻ, അവൻ്റെ ആത്മാവ് നിത്യത്തിലേക്ക് കടന്നു പോകുക. കർത്താവ് എന്നെ രക്ഷ കൊടുക്കുകയാണ്. ഞാനവിടെ ഇങ്ങനെ ധ്യാനിക്കുക, ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ, അനുദപിച്ചാൽ അവൻ്റെ കാര്യം ഒക്കെ അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ആ കുരിശിൽ കിടന്നുകൊണ്ട് സംസാരിക്കണമെങ്കിൽ നമുക്കറിയാം, ശ്വാസം എടുക്കണമെങ്കിൽ, ശ്വാസം വലിക്കണമെങ്കിൽ ഇവർ കിടക്കുന്നത് 2-3 ആണികളിലാണ്. ആണിയിൽ തൂങ്ങി വേണം ശ്വാസം എടുക്കാൻ. വളരെ സഹിച്ചാണ് ശ്വാസം എടുക്കുന്നത്. ഒറ്റ ശ്വാസത്തിന് അത്രയും സംസാരിക്കാൻ പറ്റുമല്ലോ. എത്ര തവണ അവൻ ശ്വാസം എടുത്ത് കാണും. ഈ ഓരോ ശ്വാസം വലിക്കുമ്പോഴൊക്കെ അവൻ വേദനിച്ചുകൊണ്ടാണ്, ആ കുരിശിൽ കിടന്നുകൊണ്ടാണ്. അത്രമാത്രം സഹിച്ച് അവൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു മാനസാന്തരം ഉണ്ടായില്ല. നീ എന്നോടൊരു പറുദീസായി എന്ന് പറഞ്ഞപ്പോൾ പോലും തിരിച്ച് സംസാരിക്കാനുള്ള സുബോധം അവന് ഉണ്ടായില്ല. അപ്പോൾ അനുദപിക്കുന്ന ഭാവിയുടെ പ്രാർത്ഥനയ്ക്ക് അവന് രക്ഷ കിട്ടും, അവൻ്റെ കാര്യമൊക്കെ. പക്ഷേ അവൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പാപിക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, എങ്കിൽ ഞാൻ അനുദപിച്ചാൽ എൻ്റെ കാര്യമൊക്കെ, പക്ഷെ എൻ്റെ കുടുംബം രക്ഷപ്പെടുമോ? എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ മാതാപിതാക്കള്, സഹോദരങ്ങള്, എനിക്ക് പ്രിയപ്പെട്ടവർ, ആരുടെയും രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു അനുതാപം കൊണ്ട് മാത്രം അത് സാധിക്കുമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു അനുതാപം മാത്രം പോരാ, അവൻ്റെ കാര്യം ഓക്കെ. പക്ഷെ ഒരു ആത്മാവിനെ രക്ഷിക്കണമെങ്കിൽ, ഒരു ഭാവിയെ അനുതാപത്തിലേക്ക് നയിക്കണമെങ്കിൽ നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ വേണം. യോഹന്നാൻ സുവിശേഷം 1-ാം 17 അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുക. അപ്പം നമ്മൾ കൃപ മാത്രം പോരാ, കൃപയ്ക്ക് മേലൊരു കൃപ കൂടെ വന്നെങ്കിലേ നമുക്ക് ഒരു വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ആ സ്വർഗത്തിലേക്ക് ഉയരണമെങ്കിൽ ഒരു പാപിയുടെ മാത്രം പോരാ, പിന്നെയോ അവന് കൃപയ്ക്ക് മേൽ കൃപ കിട്ടണം. അന്ന് വെച്ചാൽ അവനൊരു വിശുദ്ധനാകണം. വിശുദ്ധിയിലേക്കാണ് ദൈവം നാം വിളിച്ചിരിക്കുന്നത്. നാം വിശുദ്ധിയിലേക്ക് വളരുക തന്നെ വേണം. ഓരോ അനുതാപവും, ഓരോ കുംസവും, വീണ്ടും കുംസവും അത് പോരാ, പിന്നെയോ നാം കൃപയ്ക്ക് മേൽ കൃപയിലേക്ക് വരണം. കൃപയ്ക്ക് മേൽ കൃപ അത് നമുക്ക് എങ്ങനെ ലഭിക്കുക? കൃപയ്ക്ക് മേൽ കൃപ അത് കർത്താവിൻ്റെ ക്രൂശിതനായ യേശു ക്രിസ്തുവിനോട് നാം താരതമ്യപ്പെടും. അവൻ്റെ കുരിശ് വഹിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. അവന് കുരിശ് വഹിക്കാൻ അനുദിന കർത്താവ് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിത്യജ് തന്നെ കുരിശുമെടുക്കുവാൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ആ കാൽവരിയിൽ 3 പേര് കിടക്കുമ്പോൾ എന്താണ് കള്ളൻ്റെ കുരിശും കള്ളനും കുരിശല്ല കിടന്നത്, യേശുക്രിസ്തുവിന്റെ കുരിശ് നമ്മുടെ വ്യത്യാസം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ 6:17 പറയുന്നുണ്ട്,
എന്താ പറയുക, എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. 1 കൊറിന്തോസ് 1:23, 2:2 നമുക്ക് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. അപ്പോസ്തലൻ സ്നേഹിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. നാം പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം കേൾക്കുന്നതും ആഗ്രഹിക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ. വെള്ളത്തിന്മേൽ നടന്നു, അത്ഭുതം, ഹല്ലേലൂയ. രോഗം സുഖപ്പെട്ടു, ഹല്ലേലൂയ. കുഞ്ഞിനെ നമുക്ക് ജോലി കിട്ടി, ഹല്ലേലൂയ. നല്ല മാർക്കോടെ പാസ്സായപ്പോൾ ഒരു ഹല്ലേലൂയ. വിവാഹം നടന്നപ്പോൾ ഒരു ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമ്പോൾ ഒരു ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും പലതും ലഭിക്കാൻ വേണ്ടി ലഭിക്കാത്തതിന് വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. പ്രസംഗിക്കപ്പെടുന്ന കേൾക്കുന്ന ഭൂരിപക്ഷവും കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളാണ്. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഭൂരിപക്ഷം അത് തന്നെയാണ്. കുരിശ് വഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. അപ്പം എൻ്റെ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. അപ്പോസ്തലൻ പറയുക, എൻ്റെ ശരീരത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, കുരിശിൻ്റെ അടയാളത്താലാണ് നമ്മൾ മുദ്രിതാക്കപ്പെടുന്നത്, വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുറിവും കള്ളൻ്റെ 2 മുറിവുകളാണ്. ഇപ്പോൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ മുറിവിനാലാണ്. പത്രോസിന്റെ ലേഖനം 1:2-24 വരുമ്പോൾ നാം ഇങ്ങനെ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ആരുടെ മുറിവിനാലാണ്? യേശുക്രിസ്തുവിൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കള്ളൻ്റെ മുറിവ് നമ്മൾ ഒരിക്കലും സുഖപ്പെടുത്തുകയില്ല, സൗഖ്യപ്പെടുത്തില്ല. അപ്പം നമുക്ക് രക്ഷ തരുന്നത് ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളാണ്. ആ ഒറ്റ വാക്കിൽ തന്നെയുണ്ട്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അടയാളം ശരീരം ധരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മുറിവിനാൽ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു, നമ്മുടെ പാപം മരിച്ചു, ഉത്ഥാനം നിന്ന് ജീവിക്കുന്നു. മനുഷ്യൻ രക്ഷ കൈവന്നിരിക്കുന്നു. എങ്കിൽ പിന്നെ ഇനി ആരും നാശത്തിലേക്ക് പോകേണ്ടതില്ല, നരകത്തിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ പലരും നാശത്തിലേക്ക് പോകുന്നതെന്നും തീകട നിത്യാഗ്നി എറിയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രക്ഷ നമ്മൾ പലരും സ്വന്തമാക്കിയിട്ടില്ല, നമുക്ക് സ്വന്തമായിട്ടില്ല. ആ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ അവൻ്റെ മുറിവിനാൽ തന്നെ വേണം ഞാൻ നയിക്കപ്പെടുവാൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ ധ്യാനിക്കണം. അതിന് മുറിവിനാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ചിന്തിക്കുന്ന ഇങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കാൻ പറ്റും. ഇതാ, എനിക്കൊരു പെട്ടെന്നെന്തോ വരവേനയോ ഒരു അസുഖം എന്തെങ്കിലും വന്നു, പെട്ടെന്നൊരു രോഗം വന്നു. എൻ്റെ ഇടത്ത് വലത്ത് ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ഉടനെ ഡോക്ടർ എനിക്ക് ഒരു ഗ്ലാസ് മെഡിസിൻ തരികയാണ്. മാത്യു, ഇതങ്ങോട്ട് കുടിച്ചോ, ഇപ്പം തന്നെ അത് ആ വേദന അങ്ങ് മാറിക്കൊള്ളും. ഞാൻ ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങി എൻ്റെ കയ്യിലിരിക്കുക. ഡോക്ടർ മരുന്ന് തന്നതുകൊണ്ടോ, നല്ല ഡോക്ടറായതുകൊണ്ടോ, നല്ല മരുന്നായതുകൊണ്ടോ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നില്ല. സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഞാൻ അത് കുടിക്കണം. ഹല്ലേലൂയ. ഞാൻ അതിനെ ഭുജിക്കണം. ഹല്ലേലൂയ. എൻ്റെ ശരീരം അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മുറിവ് എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളങ്ങൾ, ക്രൂശിതൻ്റെ അടയാളങ്ങൾ, ക്രൂശിക്കപ്പെടുന്ന അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ സ്വീകരിക്കപ്പെടാതെ ഞാൻ രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല. കൃപ കടന്നു വരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരുപാട് കുരിശ് വഹിക്കുന്നവരാണ്.
വലിയ ഭാരം വഹിക്കുന്നവരാണ്. എന്നെ കുരിശ് വഴി എളുപ്പം ഈശോ പറഞ്ഞു വെച്ചിട്ടെങ്കിൽ നമ്മൾ വഹിക്കുന്ന ഭാരങ്ങൾ വലിയ ഭാരമാണ്. ഒരുപക്ഷെ ഭാര്യ ആയിരിക്കാം, ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം, മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, സഹോദരന്മാരിൽ നിന്ന്, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന്, മറ്റ് ബന്ധുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഉപകാരികളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, ഇങ്ങനെ അനുദിനം നമ്മൾ ഒരുപാട് വേദനിക്കുന്നവരാണ്, വലിയ സഹിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. ഇപ്പോൾ പറയില്ല, എത്ര വർഷമായി നിരന്തരം സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സഹിച്ചു മടുത്തവരാണ്. ഇങ്ങനെ നമ്മൾ അങ്ങനെ വലിയ ഭാരം ചുമന്ന് നടക്കുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം? എന്താ? ഞാൻ വഹിക്കുന്ന കുരിശും ക്രിസ്തുവിൻ്റെ കുരിശും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ വഴിതെറ്റിപ്പോകുന്നത്. പത്രോസ് ലേഖനം 1 Petros 2:20 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുക: തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. അതെ, വേദന, സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ എല്ലാ സഹനങ്ങളെയും നമ്മളിങ്ങനെ വലിയ ഭാരത്തോടെ കാണുമ്പോൾ അത് നല്ല പാൽപ്പായസം പോലെ നമുക്ക് സ്വീകരിക്കുവാനൊരു കൃപ, ആ കുരിശിൽ നമുക്ക് ആനന്ദിക്കുവാനുള്ള കൃപ, ഞാൻ വഹിക്കുന്ന അനുദിന കുരിശിൽ രക്ഷം കണ്ടെത്തുവാനുള്ള കൃപ, ഒരു വെളിച്ചം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ സ്വീകരിക്കുന്ന കുരിശും വഹിക്കുന്ന കുരിശും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളവും തമ്മിൽ നമുക്കൊന്ന് താരതമ്യപ്പെട്ട് പോകേണ്ടത് എപ്പോഴും ഒരാവശ്യമായിരിക്കുന്നു. നിത്യജീവിതം നമുക്ക് ആവശ്യമാണ്, അനുദിനം നമുക്ക് ആവശ്യമാണ്. ഇവിടെ 1 Petros 2:20 എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. ഹല്ലേലൂയ. തെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ഷമയോടെ സഹിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന പീഡകൾ, എൻ്റെ നാവിൻ്റെ ദുരിതം കൊണ്ടായിരിക്കാം, ചീത്ത പ്രവൃത്തി കൊണ്ടായിരിക്കാം, എൻ്റെ ദുശീൽ കൊണ്ടായിരിക്കാം, നമ്മൾ അനുദിനം വീട്ടിൽ മാതാപിതാക്കൾ മക്കളെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ അവർ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അങ്ങനെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് അത് അടിക്കപ്പെടുമ്പോൾ, അതിന് നമുക്ക് സഹനം വരുമ്പോൾ ക്ഷമയോടെ സഹിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികൾ, നമ്മൾ വിശ്വാസികളായ നമ്മൾ കരിസ്മാറ്റിക്, നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് നീതീകരിക്കാൻ പോകില്ല, അത് ക്ഷമയോടെ സഹിക്കുകയാണ്, സ്വീകരിക്കപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മഹത്വമാണ്? നിങ്ങൾ നന്മ ചെയ്തിട്ട്, അതാണ് നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നന്മ ചെയ്തതിൻ്റെ പേരിലുള്ള സഹനം. നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മുറുമുറുത്തോണ്ടോ ഇങ്ങനെയൊക്കെയോ അതങ്ങനെ ഒരു വ്യാധി സ്വീകരിക്കും. പക്ഷേ ഒരു നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ശാസിക്കപ്പെടുമ്പോൾ, ഞാൻ അവമതിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, ശിക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം ആകെ മാറുകയാണ്. നമ്മളെ എതിർക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? നമ്മൾ ചോദ്യം വിടുക, എന്തിൻ്റെ പേരിലാണ്? ഇത് എന്തിൻ്റെ പേരിലാണ്? ഈ ചോദ്യമാണ് നമ്മൾക്ക് വഴിതെറ്റിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വീണ്ടും താഴേക്ക് നമുക്ക് കാണാൻ പറ്റി, ഇതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃക ഏതാണ്? ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഓരോ നൊമ്പരങ്ങളും, ഓരോ വേദനകളും, ഓരോ പീഡകളും, ആ നിരവധിയായ മുറിവുകളെല്ലാം നന്മ ചെയ്തതിൻ്റെ പേരിലാണ്. അതെൻ്റെ പാപത്തിന് പരിഹാരമാണ്. നന്മ ചെയ്തതിൻ്റെ പേരിലുള്ള വേദനകളും നൊമ്പര കർത്താവിന്റെ കുരിശിലേക്ക് നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ടി തന്നെ സ്വർഗത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ച് ആ മരക്കുരിശിലേക്ക് കയറാൻ വേണ്ടി തന്നെ യേശു വന്നത്. കാരണം ലക്ഷ്യം അതായിരുന്നു. അപ്പൊ കർത്താവിന്റെ കള്ളന്റെ മുറിവ് അവന്റെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, കള്ളന്റെ മുറിവ് അവന്റെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവുകളെല്ലാം അത് തിരുമുറിവായി മാറുന്നത് അത് നന്മ ചെയ്തതിന്റെ പേരിലാണ്. സഹിക്കണം. ഹല്ലേലൂയ. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള കർത്താവിന്റെ വലിയ പ്രാർത്ഥന. ഇവരെന്താണ് ചെയ്യുന്നത് ഇവരറിയുന്നില്ല. ഇവരറിയാതെ ചെയ്യുന്ന പാപമാണ്, തെറ്റുകളാണെന്ന് പിതാവിന് മുമ്പിൽ സമർപ്പിച്ച് ആ തെറ്റിന് കർത്താവ് സ്വയം ശരീരത്തിൽ പിടമേൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളെ ശാസന, മക്കളുടെ ശാസന, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ ശാസിക്കുന്നു, സഹോദരന്മാരെ ശാസിക്കുന്നു, ഗുരുക്കന്മാരെ ശാസിക്കുന്നു, സഹപ്രവർത്തകർ നമ്മളെ ശാസിക്കുന്നു. ഇങ്ങനെയെല്ലാം എണ്ണി ഞാൻ ദണ്ണപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിലെ മനോഭാവം എന്താണ്? ഞാൻ അതിനെല്ലാം ആകർഷിക്കാതെ എതിർക്കുകയാണ്.
അതാണ് കള്ളൻ്റെ കുരിശ് എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, നീ സ്വയം പരിത്യജ്. അനുദിന കുരിശ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എൻ്റെ രക്ഷയ്ക്ക് വേണ്ട സകലം ഈശോ തരും, ഉറപ്പായിട്ടും തരും. നമ്മളെ കുരിശ് പരിചയപ്പെടുന്നത് എവിടെ ചെന്നാലും കിട്ടും. നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ അനുദിനം സഹിക്കുന്നുണ്ട്, ഒത്തിരി സഹിച്ച നമ്മൾ വളരെ, പക്ഷേ അത് കൃപയായിട്ട് നമ്മൾ മാറ്റുന്നില്ല, രക്ഷ കണ്ടെത്തുന്നില്ല. അവിടെ പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ സഹനത്തെക്കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ട്. 13 മുതൽ എഴുതപ്പെട്ടിരിക്കണം. ക്രിസ്തുവിന്റെ പീഡകൾ നിങ്ങൾ പങ്കുവരാമെന്ന് ആഹ്ലാദിക്കുവിൻ. അതെ, സുവിശേഷ ഭാഗ്യങ്ങൾ എഴുതപ്പെട്ടെന്താണ്? എന്നെ പ്രതി നിങ്ങൾ മറ്റുള്ള നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങൾ വലിയ പ്രതിഫലം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുക അവിടെ. അപ്പൊ ഈ അനുദിന കുരിശുകൾ കർത്താവിനെ പ്രതി നമുക്ക് നിന്ദനമേൽക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ആഹ്ലാദിക്കുവാൻ തക്ക ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ നടത്തുന്നില്ല. ഈശോ പീഡാസഹനത്തിന് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഗെത്സമനിൽ പോയി രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, ശക്തി സ്വീകരിച്ചു. അപ്പം നമ്മൾ എന്തിനാ അനുദിനം ആദ്യമേ പ്രാർത്ഥിക്കേണ്ട? രാവിലെ ഇന്നത്തെ എൻ്റെ കുരിശ്, അതിലാനന്ദിക്കുവാൻ, ഇന്ന് കർത്താവിനോട് കൂടെ പീഡ അനുഭവിക്കുവാൻ, കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. അവന്റെ മഹത്വം വരുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുതേ എന്ന് അവിടെ അപേക്ഷ വെച്ചിരിക്കുകയാണ്. ഒരു പരദ്രോഹത്തിന്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിച്ച, നമ്മുടെ വാക്കിൻ്റെ ഒരു ദുഷിച്ച ഒരു വാക്ക് നമ്മുടെ നാക്കിൽ നിന്ന് പോയതിൻ്റെ പേരിൽ പോലും ഒരുവന് വേദന ഉണ്ടാകരുത്. അവനെ പഴിക്കരുത്, ശപിക്കരുത്. അവരനെ വേദന ഉണ്ടാക്കുന്ന സമയം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി കടന്നു വരരുത്. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മളിപ്പോൾ ആരെ ധ്യാനിക്കുന്നത്, ആരെ മാതൃകയാക്കുന്നത്? മദർ തെരേസ ലോകത്തിനമ്മയാണ്. അപ്പോൾ ഓടിപ്പോയി കുറേ പാവങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അവരെ കൂടെ നടന്ന് കിടന്ന് ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? അല്ല. ഫാദർ ഡാനിയനെ പോലെ കുഷ്ഠരോഗം നോക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റിയല്ല. അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു വഴി അതാണ്. അൽഫോൻസമ്മ കാണിച്ചു തന്ന വഴിയാണ്. എന്താണ്? അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് കാലമൊന്നും ജീവിച്ചില്ല, ഒരുപാട് നാൾ പിന്നെ വചനമൊക്കെ എടുത്ത് പ്രസംഗിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അൽഫോൻസമ്മ വിശുദ്ധിയായല്ലോ. ആ കൊച്ചു ജീവിതത്തിൽ അൽഫോൻസമ്മ സ്വീകരിച്ച മാർഗ്ഗം ഇത് മാത്രം. എന്താണ്? കിട്ടിയത് സന്തോഷത്തോടെ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അൽഫോൻസമ്മയുടെ ആ പേരുപിട സമയത്തൊക്കെ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു കന്യാസ്ത്രീ ഇഷ്ടമല്ലാതെ, ആ അമ്മയോട് ഇഷ്ടമല്ലാത്തൊരു കന്യാസ്ത്രീ അവസരം കിട്ടിയപ്പോൾ ഒരു കപ്പ് ചുടിയായുമായിട്ട് അടുത്ത് ചെല്ലുകയാണ്. ആ കയ്യിലേക്ക് ആ ഗ്ലാസ് കൊടുത്തു, സ്റ്റീലിൻ്റെ ഗ്ലാസ് കൈ പിടിക്കുമ്പോൾ ചൂട് ചായ മൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എന്തുണ്ടാവും? നേരെ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഒഴിച്ചപ്പോൾ കയ്യേക്കോടൊക്കെ വീണു, കൈ പൊള്ളിപ്പോഴും ഗ്ലാസും വിട്ട് മേത്തോടൊക്കെ വീണു. ആകെ വേദനിച്ചിരിക്കുമ്പോഴാണ് ഗുരുത്തിയമ്മ കടന്നു വരികയാണ്. ഇതെന്താ അൽഫോൻസ എന്ന് ചോദിച്ചു. ഒഴിച്ചു കൊടുത്ത ആ സഹോദരി വിറച്ചുകൊണ്ട് നിൽക്കുക അവിടെ. ഒറ്റ കൊടുക്കാൻ പെട്ട സമയം, പലപ്പോഴും പലതവണയും നൊമ്പരപ്പെടുത്തിയിട്ടുള്ള ആ സഹോദരിയെ ഇപ്പോൾ കയ്യോടെ പിടിച്ചു കൊടുക്കാനായിട്ട് കിട്ടിയ അവസരം. അൽഫോൻസമ്മ എന്താ പറഞ്ഞേ? അമ്മേ, ചായ ചൂടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് ചൂടായപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് വിട്ടു, മേലൊക്കെ പൊള്ളി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സുന്ദരമായ വാക്യമാണ്. ആ വ്യക്തി അനുതാപത്തിൽ നിന്നേക്ക് ഇതിലും വലിയൊരു സുവിശേഷം വേണ്ട. നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നില്ലേ ഇങ്ങനെ കൊച്ചു 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 സഹനങ്ങൾ, വലിയ കൊച്ചു കൊച്ചു സഹനങ്ങൾ, കൊച്ചു കൊച്ചു പീഡകൾ, കൊച്ചു കൊച്ചു നിന്ദനങ്ങൾ. ഈശോയുടെ അല്പം സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് ആനന്ദിക്കുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഭർത്താവ് ഒന്ന് അടിച്ചാൽ, ഭാര്യ ഒന്ന് അടിച്ചാൽ, അല്ലെ മക്കളൊന്ന് അടിച്ചാൽ, മക്കളെ തല്ലുമ്പോൾ, ആരും ഒരു അടി ശരീരത്തിൽ വേദനിക്കുമ്പോൾ എൻ്റെ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടോ? മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നഷ്ടമായി. മനസ്സ് നൊമ്പരപ്പെടാൻ പറ്റില്ല. ശരീരം വേദനിക്കട്ടെ, മനസ്സ് നൊമ്പരപ്പെടരുത്. ഹൃദയം വേദനിക്കരുത്, ശരീരം വേദനിക്കട്ടെ. ഈ ശരീരം ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ വഹിക്കുവാനുള്ളതാണ്, അനേകരെ വിശുദ്ധിയിൽ നയിക്കുവാനുള്ളതാണ്, എൻ്റെ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആ സഹോദരൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തട്ടിൻ്റെ മുകളിൽ നിന്ന് വീണ്
2 കാലും തളർന്ന് ആ ബെഡിൽ കിടക്കുകയാണ്. ആ മുറ്റത്തോട്ട് ഭവനം കടന്നു ചെന്നപ്പോൾ എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു, യോഹന്നാൻ 6:61, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുമായിരിക്കുന്നു. അവിടെ ചെന്ന് ഇരുന്നു. അമ്മച്ചി സംസാരിച്ചു. അമ്മച്ചിയുടെ 2 കാലുകൾക്ക് ചലനശേഷിയില്ല, ബാക്കിയെല്ലാം നല്ല അടിമുടി ശരീരമാണ്, നല്ല ബോഡിയുള്ള ശരീരമാണ്. അമ്മച്ചി പറഞ്ഞു, എൻ്റെ കാലിൽ ഇന്നലെ എന്തോ കടിച്ചു, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. വിരലിൽ എന്തോ കടിച്ചു പറയാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എലിയാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഇനി അമ്മച്ചി പിന്നെ അവിടെ നിന്ന് വീണ്ടും പറയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ ഈ കാൽ ആരെങ്കിലും മാറ്റി വെച്ചാൽ ചെയ്യാൻ പറ്റും, ശരീരം മാറ്റാൻ പറ്റില്ലാത്ത പോലെ ഇരിക്കുക. ആ ശരീരത്തിൽ സ്പർശനമില്ല, കാലുകൾക്ക് സ്പർശനമില്ല, പക്ഷെ അത് അഴുകുന്നില്ല, അതിനൊരു ജീവനുണ്ട്, പക്ഷെ അത് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ ആരെങ്കിലും ആ കാലൊന്ന് മാറ്റി വെച്ചാലേ തിരിയാൻ പറ്റില്ല. അങ്ങനെ 2 കാലും വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് പോന്നു. അവിടെ ഒരു അത്ഭുതവും കണ്ടില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, എപ്പോഴൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കാരണം ആ ശരീരത്തിന് ഇപ്പോൾ ചലിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കണം. ഇപ്പം ആ ശരീരം ചലിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ ഒന്നുകൂടെ ചെല്ലുക. അവിടെ ഒരു ഗ്രൂപ്പായിട്ട് ചെല്ലുക. അവിടെ ചെന്ന് വീണ്ടും ഞാൻ ഈ വചനം കേട്ടു, ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ വചനം വീണ്ടും കേട്ടപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുക എന്താ അവിടെ സംഭവിക്കണമെന്ന്. അമ്മച്ചീനെ കഥ പറയാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നേരത്തെ പോലെയല്ല, പിന്നെയോ ഇപ്പം എൻ്റെ കാലുകൾ എനിക്ക് മടക്കാനും നിവർത്താനൊക്കെ പറ്റും. ഒന്നുകൂടി ആരെങ്കിലും സഹായിച്ചാൽ നിൽക്കാനും പറ്റും. പേടിയാണ് നടക്കാൻ, കാരണം ശരീരത്തിന് ഭയങ്കര ഭാരമുണ്ട്, വീഴുമെന്നുള്ള പേടി. അത്രമാത്രം അവിടെ ഹീലിംഗ് വന്നു. അപ്പോൾ എൻ്റെ കാല് മടക്കാൻ നിവർത്താനും പറ്റും. അപ്പോൾ പിന്നെ അമ്മച്ചു പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് നുള്ളിയാൽ നൊമ്പരമുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അവിടെ ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:14 എന്താ പറയുക, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവൻ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതെ, അതിനു മുമ്പ് ചെന്നപ്പോൾ 6 മാസം മുമ്പ് ചെന്നപ്പോൾ ആ 2 ശരീരം അവിടെ അങ്ങനെ എന്താ പറയുക, ഒരു 2 ശരീരം, 2 കാല്, ഒരു ശോഷിപ്പില്ലാത്ത നല്ല 2 കാലുകൾ, അതിന് നൊമ്പരമില്ല, തൊട്ടൽ അറിയില്ല. ആ കാല് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ പറയണം, ആ അമ്മച്ചി പറയണ, ഇപ്പോൾ എൻ്റെ കാലുകളിൽ നൂളുമെൻ നൊമ്പരമുണ്ട്. നൊമ്പരം വന്നപ്പോൾ കാല് മടക്കാം, നിവർത്താം, ചലിപ്പിക്കുവാൻ പറ്റും. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവൻ. അതെ, മനുഷ്യനെ ആദിയിൽ മണ്ണോട് സൃഷ്ടിച്ചപ്പോൾ കർത്താവ് തൻ്റെ ജീവനത്തെയാണ് വിശ്വസിച്ചത്. ജീവനെയാണ് കർത്താവ്, ആത്മാവിനെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഞാൻ കർത്താവ് പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ ശരീരം ജീവനെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മുടെ പവർ കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ഗുരുതരമായി വീഴ്ച, ഒരു അപകടം പറ്റിയ ഒരു മനുഷ്യനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വലിയ ഫെസിലിറ്റി, വലിയ ഡോക്ടറെ, എല്ലാ സംഭവം ഉണ്ടായിക്കോട്ടെ, ആദ്യം പിടിച്ച് ആ കോമ സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞരമ്പ് പിടിച്ച് നോക്കും, ഇവന് ജീവനുണ്ടോ എന്ന് നോക്കും. ജീവനില്ലെങ്കിൽ ഇനി അവന് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ജീവൻ ഉണ്ടെങ്കിലേ ആ ശരീരത്തിലേക്ക് പിന്നെ മെഡിസിനോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജീവനാണ് പ്രധാനം. ഈ ഭൂമിയിലേക്ക് ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞു വന്ന മറ്റൊരു ദൈവങ്ങളുമില്ല, ഒരു ദൈവപുരുഷന്മാരുമില്ല, ഒരു ദേവന്മാരും ഒരു ദേവതമാരുമില്ല. ഈശോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനാണ് ജീവൻ. അതെ, ഞാനാണ് ജീവൻ. അപ്പോൾ ആ ജീവൻ എൻ്റെ ശരീരത്തിലാണ്. ഈ ജീവൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈശോ പറയാം, എന്നെ കൊടുക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവനോട് കൂടെയാ. അവന്റെ വാക്കുകൾ എന്താ പറയാ? കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാണെന്നാണോ പറഞ്ഞല്ലേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മൾ ഉൽപ്പത്തി മുതൽ കേൾക്കുന്ന, എപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വചനം, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. എന്നെ കൂടെ നീ ഒന്നും ചെയ്യുന്നില്ല, ആ ഒറ്റ വചനം ധ്യാനിച്ചാൽ മതിയല്ലോ. ഞാൻ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ കൂടെയാണ്. ഞാൻ നിന്നെ അനാഥരായിട്ട് വിട്ട്, കർത്താവ് നമ്മ അനാഥ വിടുന്നില്ല. ഈ ചെറിയവനോട് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് നൽകപ്പെട്ടത്. ഈ ചെറിയവനിലൊക്കെ ഞാനുണ്ട്. അതുകൊണ്ടാണ് മതരസിലേക്ക് ആ ചെറിയവനിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഈ ശരീരത്തിൽ വേദനിച്ചപ്പോഴൊക്കെ ആർക്ക് വേദനിച്ചിട്ടുണ്ട്? ഈശോയ്ക്ക് വേദനിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് വേദനിക്കാതെ എനിക്ക് വേദനിക്കുവാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ മർദ്ദിക്കപ്പെടുമ്പോഴും അവമതിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും ക്രൂശിക്കപ്പെടുമ്പോഴും കാരാഗ്രഹത്താണെമ്പോഴൊക്കെ ആരോട് കൂടെയാ? യേശുവിനോട് കൂടെയാ. കർത്താവിന് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, എന്താണ്?
രക്ഷ എന്ന് പറയുന്നത് എന്താ? യോഹന്നാൻ 17:3 ഏക സത്യമായി അവിടുത്തെയും അവിടുന്ന് യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അവനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. ആ സമരക്കാർ പണം നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കും, ഞങ്ങൾ അറിയുന്നതിന്. ദൈവത്തെ നമ്മൾ അറിയുക, അറിഞ്ഞ് ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. അവനെ അറിയണം. എൻ്റെ ശരീരത്തെ എന്നെ തന്നെ ഞാൻ അവനെ അറിയണം. എൻ്റെ കൂടെ ഉള്ളവനാണ്. എന്നിൽ തന്നെ അവനെ തേടണം ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ വേദനിച്ച് കഴിഞ്ഞ കാലത്ത് കടന്നു പോകുമ്പോഴൊക്കെ, ഞാൻ വേദനിച്ചപ്പോഴൊക്കെ ആര് വേദനിക്കുന്നുണ്ടായിരുന്നു? ഈശോ കൂടെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സങ്കടപ്പെടുമ്പോൾ കർത്താവ് കൂടെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. റോമർ 8:17 എന്താ അവിടെ എഴുതപ്പെട്ടിരിക്കുക? നാം മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിന്റെ അവകാശികളും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കൂട്ടാവകാശികൾ. നാം മക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ. മക്കൾക്ക് അവകാശമുണ്ട്, എഴുതപ്പെട്ട അവകാശമുണ്ട്. ദൈവത്തിന്റെ അവകാശം, ക്രിസ്തുവിൽ നമ്മൾ കൂട്ടവകാശമുണ്ട്. എന്താ കൂട്ടവകാശം? ക്രിസ്തുവിൽ എന്താ? അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നെറ്റിയിലും വീടിൻ്റെ കട്ടളിൽ എഴുതി വെക്കണം. ഞാൻ അവനോട് കൂടെയാണ് പീഡ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം ഞാൻ അവനോട് കൂടെയാണ്. അവനെ കൂടെ ഒന്നും ഞാൻ പറ്റില്ല. അവൻ്റെ കൂടെയാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കണം, എനിക്ക് വേദനിച്ചപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ, വിശന്നപ്പോൾ, അവമതിക്കപ്പെട്ടപ്പോൾ, മർദ്ദിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒരാളെ ഉപേക്ഷിക്കുമ്പോൾ, ഞാൻ ഒരാളെ ദ്രോഹിക്കുമ്പോൾ, ഞാൻ ഒരാളെ തള്ളിപ്പറയുമ്പോൾ, ഞാൻ ഒരാളെ സങ്കടപ്പെടുത്തുമ്പോൾ, അവരുടെ ശരീരത്തിനെ വേദനിപ്പിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് കുറിച്ച് തറയ്ക്കുന്നത്. നീ ഈശോയെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. നിന്റെ ഈശോയെ തന്നെയാണ് നീ നിന്ദിക്കുന്നത്. നിന്റെ ഈശോയെ തന്നെയാണ് നീ ശപിക്കുന്നത്. നിന്റെ രക്ഷ തന്നെയാണ് നീ തള്ളിപ്പറയുന്നത്. നിന്നെ തന്നെയാണ് നീ ഈ കാണപ്പെടുന്നവരിൽ എന്നെ കാണാൻ നിനക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റിയാൽ ഈശോ പറഞ്ഞില്ലേ? ഈ ചെറിയ കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് നൽകിയതെങ്കിൽ ഈ ചെറിയവൻ സ്വീകരിക്കുന്നതൊക്കെ എന്നിൽ നിന്നാണെങ്കിൽ, അവനെ ആണെങ്കിൽ നമുക്ക് അനുദപിക്കാം. എവിടെയാ കർത്താവിന്റെ കുഞ്ഞാളുകൾക്ക് വഴിവിളയ്ക്കുന്നത്? നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുകയാ, അങ്ങോട്ട് തട്ടിക്കേറുകയാ. ഈ കർത്താവിന്റെ കുരിശ് എനിക്ക് വേണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതാണ് എന്റെ രക്ഷയുടെ അടയാളം. അവന്റെ അടയാളങ്ങൾ ശരീരത്തിൽ വഹിക്കുവാൻ കിട്ടുന്ന നിമിഷങ്ങളാണത്. വെളിപാട് പുസ്തകം 3:20 അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കും. എന്താണ്? ഞാൻ ഇതാ വാതിക്കൽ മുട്ടുന്നു. ആര് എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരികയും. പിന്നെന്താ എഴുതി? ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. എന്താണ് ഒരുമിച്ച് ഭക്ഷിക്കുവാനുള്ളത്? കർത്താവിനോട് കൂടെ. ഇനി വചനം കേട്ട് ഈശോ പറയുന്നത്, ഞാൻ ഇതാ നിന്റെ വാതിക്കൽ ഹൃദയത്തിൽ മുട്ടി വിളിക്കുക, നിന്റെ ജീവിതത്തെ മുട്ടി വിളിക്കുക, നിന്റെ ഭവനത്തെ മുട്ടി വിളിക്കുക, നിന്റെ ജീവിതത്തെ കടന്നു വരിക, മുട്ടി വിളിക്കുകയാണ്. ഈ സ്വരം കേട്ട് ആര് വാതിൽ തുറന്നു തരും, ഞാൻ അവനിലേക്ക് വരും. പിന്നെ എന്തിനാ അവനിലേക്ക് എൻ്റെ അടുത്ത് വരുന്നതിനാ? ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഈശോ പറഞ്ഞു വെച്ചിരിക്കുക. എന്താണ് നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കുവാനുള്ളത്? എന്താണ് എനിക്ക് കർത്താവിന് എന്നോട് ഭക്ഷിക്കുവാനുള്ളത്? എനിക്ക് എന്താണ് കൊടുക്കുവാനുള്ളത്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഒരു യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി വിചാരിക്കുക, ഒരുപക്ഷെ എൻ്റെ കയ്യിലെ പൈസയൊക്കെ തീർന്നു പോയായിരിക്കാം, നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കുക, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. സ്നേഹിത, ഞാനിങ്ങനെ യാത്രാമധ്യേ വന്നിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ വേണം, വിശക്കുന്നുണ്ട്. രാവിലെ ഒരു 7-8 മണി സമയമാണ്, അല്ലെങ്കിൽ മുമ്പ് 10 മണി സമയമെന്ന് വിചാരിച്ചു. അവർ പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് ചോദിച്ചു, എടി എന്നാടി നമ്മുടെ സ്നേഹിതം വന്നിട്ടുണ്ടല്ലോ, എന്നാ കൊടുക്കാം, ബ്രദർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്നേഹിത പറയാണ്, അയ്യോ ചേട്ടാ, ഈശോയെ നമ്മളൊന്നും കരുതി വെച്ചിട്ടില്ല, രാവിലെ ഉണ്ടാക്കിയില്ല, ഇന്നലെ വേവിച്ച കപ്പപ്പുഴുക്ക് ഇരിപ്പുണ്ട്, അത് ശകലം മണമൊക്കെയാണ്, ചൂടാക്കി കഴിക്കാമെന്ന് ഓർത്ത് ഇരിക്കുകയായിരുന്നു. നമുക്കാകുമ്പോൾ അത് മതി, പക്ഷേ ഈ മണമുള്ള കപ്പപ്പുഴുക്ക് വൃത്തൻ്റെ എങ്ങനെ കൊടുക്കുക? സാമ്പാറാണെങ്കിൽ അതും വലിച്ചു, അതും ചൂടാക്കി നമുക്ക് കഴിക്കാമെന്ന് ഓർത്തിരിക്കുക. എന്താ കൊടുക്കുക? അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ കൊടുക്കാൻ. അപ്പോൾ എന്നോട് പറയുക, ആ സങ്കടത്തോടൊന്നും പറയുകയാണ്, ബ്രദറെ, ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട്
ഇന്നലത്തെ മോശപ്പെട്ട ഒരു ഭക്ഷണമാണ്, അതെങ്ങനെ ഞാൻ തരും? എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, കഴിക്കണമെങ്കിൽ, കഴിക്കാൻ തീരുമാനമെങ്കിൽ അത് മാത്രം ഞാൻ കഴിച്ചേ പറ്റൂ, വേറെ ഒന്നും തരാനില്ല അവിടെ. ഹല്ലേലൂയ. ഈ മണം പിടിച്ച കപ്പയും ഈ വെളുത്ത സാമ്പാറും എനിക്കുള്ളൂ, അത് വേണം ഞാൻ കഴിക്കാൻ, വേറെ ഒന്നുമില്ല അവിടെ. അപ്പൊ എനിക്ക് വിശക്കുന്ന കഴിക്കണം, അതേ കഴിക്കാനുള്ളൂ, ഞാൻ അത് വേണം കഴിക്കുവാൻ. അതെ, ഈശോ ഇതാ വാതിക്കൽ മുട്ടി വിളിക്കും. നിന്റെ ഹൃദയദ്വീപിൽ കടന്നു വരുമ്പോൾ എന്താണ് നിനക്ക് പങ്കുവയ്ക്കാൻ, എന്താണ് എന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഞാൻ അന്ന് വിശക്കുന്നതിനാണ് കർത്താവ് എൻ്റെ വിശപ്പാണ് സഹിക്കുന്നത്. ഞാനൊരു രോഗിയാണെങ്കിൽ കർത്താവ് രോഗത്തെയാണ് സഹിക്കുന്നത്. ഞാൻ കാരാഗ്രഹത്തിലാണ്, ഉപേക്ഷിക്കപ്പെട്ടവളാണെങ്കിൽ ആ കാരാഗ്രഹം ഉപേക്ഷിപ്പെട്ട അവനാണ് എന്നോട് സഹിക്കുവാനാണ് വരുന്നത്. ഞാൻ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ അവൻ എന്നോട് ക്രൂശിക്കപ്പെടുവാനാണ് കടന്നു വരിക. അതെ, നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, നീ എത്രയൊക്കെ നിന്ദിക്കപ്പെട്ടാലും, നീ എത്രയൊക്കെ മർദ്ദിക്കപ്പെട്ടാലും, പിടിപിടിക്കപ്പെട്ടാലും, ഞെരുക്കപ്പെട്ടാലും, അവമതിക്കപ്പെട്ടാലും, ശപിക്കപ്പെട്ടാലും, ആ അവസ്ഥയിൽ കർത്താവിനും എന്നോട് കൂടെ ഭക്ഷിക്കണം. അവൻ എന്നോട് കൂടെ വരുന്നില്ലേ? ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഈ ദാരിദ്ര്യം, ഈ നഗ്നത, ഈ ഇല്ലായ്മ. അത് എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോയാണെന്ന് ഏറ്റുപറയുവാൻ, അവനോട് കൂടെ അവന്റെ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൽ ഒന്നാകുവാൻ. സ്നാപകൻ പറഞ്ഞല്ലേ, അതെ, ഞാൻ ചെറുതാവണം, അവൻ എന്നിൽ വളരണം. അവൻ എന്നിൽ വളരേണ്ടതിനാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കാണുവാൻ കർത്താവേ മഹത്വപ്പെടുത്തുവാൻ അഭിഷേകം തന്നെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ അടയാളം പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതി നമ്മൾ കേൾക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് നോയമ്പ്, എന്ത് സഹനമാണ് നമുക്ക് വരുന്നത്? ഓരോ ദിവസം കൊതിയോടെ കാത്തിരിക്കണം. എന്തിനാ? ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ കർത്താവേ, ഇന്ന് എനിക്കുള്ള ആഹാരം എന്താണ് ഇന്ന് എനിക്ക് വെച്ചിരിക്കുന്നത്? നിന്നോട് കൂടെ നിന്റെ അടയാളം സ്വീകരിക്കുവാൻ ഏത് വഴിയിലാണ് എനിക്ക് സഹനം വരുന്നത്, നിന്ദനം വരുന്നത്, അപമാനം വരുന്നത്? നമ്മൾ കൊതിയോടെ കാത്തിരിക്കണം. അപ്പോൾ ഒരു വിശുദ്ധിയിലേക്ക് കടവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധരാകുവാൻ സാധിക്കും. കർത്താവിനെ കണ്ടെത്തുവാൻ സാധിക്കും, അവൻ്റെ പേരിൽ പങ്കാളിയാവാൻ സാധിക്കും. പത്രോസിന്റെ ലേഖനം 4-1 വചനം ഇങ്ങനെ എഴുതും: പീഡനമേറ്റ ക്രിസ്തു മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കും. അത് ആയുധമാണ്. പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കും. പിന്നെ എഴുതപ്പെട്ടിരിക്കണം, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ ക്രിസ്തുവിന്റെ പീഡകൾ കടന്നു വരുമ്പോൾ, അവന്റെ മുറിവിനാൽ എന്ന് പറയുമ്പോൾ, ആ മുറിവ് ശരീരത്തിൽ മുറിക്കപ്പെടണം. കർത്താവ് ഏതെല്ലാം തരത്തിൽ നിന്ദിക്കപ്പെട്ടോ, അവമാനിക്കപ്പെട്ടോ, ക്രൂശിക്കപ്പെട്ടോ, വേദനിക്കപ്പെട്ടോ, മുറിപ്പെട്ടോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ പിതാവ് തരും. ഞാനാണ് വഴി, മറ്റൊരു വഴിയുമില്ല പിതാവിൻ്റെ അടുത്തേക്ക്. 1 Corinthians 15-19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാനുമാണ്. ഈ ജീവിതമാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളെങ്കിൽ. ദൈവരാജ്യം നിത്യജീവൻ കണ്ടുകൊണ്ട് നാളത്തെ ദിവസം അടുത്ത നിമിഷം നമുക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ടുള്ളത് എന്താ? എനിക്കുള്ളതെല്ലാം എപ്പോഴും ഇട്ടിട്ട് പോകണമെന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമുക്ക് നിത്യതയാണ്, ക്രൂശിത്തിന്റെ വഴിയാണ്. അതാണ് ഞാൻ പോകേണ്ട വഴി. അതിന് ഒരിടത്തേക്കും പോകേണ്ട വലിയ കുരിശെടുക്കാൻ, വലിയ മര കുരിശെടുക്കാൻ. നമ്മുടെ നിൽക്കുന്നിടത്തുണ്ട് നമുക്ക് കുരിശുകൾ. അവൻ്റെ പീഡകൾ വീണ്ടുവോളമുണ്ട്. നിൽക്കുന്നിടത്ത് നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിലെ, നിന്റെ സമൂഹത്തിലെ, നീ ജോലി ചിലത്തൊക്കെ നിനക്ക് കിട്ടുന്നുണ്ട്. സ്വീകരിക്കാൻ ഒരു മനസ്സ് മാത്രം മതി. ഒരു മനസ്സ് മാത്രം മതി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കും ഈശോ പറഞ്ഞില്ലേ? ഒരു മനസ്സ് മാത്രം മതി. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നഷ്ടപ്പെടുത്തിക്കളും നമ്മൾ ഈ നാവിൻ്റെ ദുരുപയോഗം മൂലം. ഒരാമൻ നമ്മൾ നിവൃത്തികേട് കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പാടില്ല, ഗതികേട് കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പാടില്ല. അവിടെ എല്ലാം നമ്മൾ തള്ളിക്കളയുകയാണ്. ക്രിസ്തുവിനെ പ്രതി ഷണ്ടന്മാരെ കൊണ്ട് ജന്മനാ ഷണ്ടനായി ജനിക്കുന്നവനുണ്ട്, മനുഷ്യനെ ഷണ്ടനാക്കപ്പെടുന്നുണ്ട്.
ദൈവത്തെ പ്രതി ഷണ്ടനാക്കും വഹിക്കുന്നവരുണ്ട്. അതെ, നമ്മളെ ജനിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഗതികേട് സഹിക്കുക, നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവരാജ്യത്തെ പ്രതി, ദൈവനാമത്തെ പ്രതി സഹിക്കുന്നവരെ എണ്ണം വളരെ ചുരുക്കമേ ഉള്ളൂ, വിരലുകൾ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഹല്ലേലൂയ. ശരീരത്തിൽ സഹിക്കുന്ന പാപത്തോട് വിടവാങ്ങുകയാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ പാപം വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് കർത്താവിൻ്റെ, അവിടെ വേണ്ട ഔഷധം, അവിടെ വേണ്ട ശക്തി ക്രൂശിതന്റെ ശക്തിയാണ്. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാന കഴിയുമ്പോൾ ഒരു അല്പനിമിഷം കർത്താവിനോട് ഇരുന്ന് ഒന്ന് മുട്ടുകുത്തിയിരുന്നുണ്ട്, ഈശോയുടെ കുരിശിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഒരു തവണ ഞാൻ കർത്താവിനെ കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുരിശാ കർത്താവ് ഇരുന്നോട് പറയും, മോനെ, ഞാൻ കുരിശിൽ കയറിയത് മരിക്കുവാനാണ്. എന്നോട് നീ കുരിശിൽ കയറുന്നുണ്ടോ മോനെ, പക്ഷെ നീ മരിക്കുന്നില്ല, നീ അതിന് മുമ്പേ ചാടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവ്, ഞാൻ എപ്പോഴാണ് കുരിശിൽ ചാടണേ? കർത്താവ് പറഞ്ഞു, ഞാൻ കുരിശിൽ കയറിയപ്പോൾ അന്നും കുറച്ച് പേര് ഒന്ന് പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, ദൈവമല്ലേ, ഒരു അല്പം കാണിക്കേ, ഒന്ന് ഇറങ്ങി വീണ്ടും കയറാൻ, ഇപ്പോൾ തന്നെ ഞങ്ങൾ നിന്നെല്ലാം മാംസം മുക്കി നിന്നെ കർത്താവിൻ്റെ രക്ഷ കൊണ്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞില്ലേ. ഈശോ പറഞ്ഞു, ഞാൻ മരിക്കുവാനാണ് കുരിശിൽ കയറിയത്. ഈശോ പറഞ്ഞു, നീ മരിക്കാൻ ശ്രമിക്കുന്നുണ്ടേ കുരിശിൽ. നീ ഭാര്യയെ സഹിക്കുമ്പോൾ, ഭർത്താവിനെ സഹിക്കുമ്പോൾ, മക്കളെ സഹിക്കുമ്പോൾ, മാതാപിതാക്കളെ സഹിക്കുമ്പോൾ, എന്നേക്കും സഹിക്കുമ്പോൾ, വലിയ കുരിശുകളായി വരുമ്പോൾ നമ്മൾ ഒത്തിരി സഹിക്കും. ഇപ്പൊ ഞാൻ ഭർത്താവല്ലേ, ഭാര്യയെ സഹിക്കാന്ന് വിചാരിച്ചു. ഒരുപാട് ദിവസങ്ങൾ സഹിച്ച് ചെല്ലുമ്പോൾ പിശാച് ഇടയ്ക്ക് ചോദിക്കടാ, വചനം പറഞ്ഞിട്ട് പിശാച് വരും. നിന്നെ ബഹുമാനിക്കണമെന്ന് അവൾ പറഞ്ഞിരിക്കുന്നു, അവൾക്കും രക്ഷ വേണ്ടേ? നീ ഇങ്ങനെ വിഴുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അവള് കണ്ടില്ല, തോന്നിയാസമായിട്ട് വരെ ഇന്ന് നിന്നെ വീട്ടിൽ തള്ളിപ്പറഞ്ഞ് അവൾ നാളെ നിന്നെ പറമ്പിൽ അല്ലെങ്കിൽ നാട്ടിൽ തള്ളി പറയും, നീ അപമാനിതനാവും. അവൾക്ക് രക്ഷ വേണ്ടേ? അവളെ അനുസരിക്കണ്ടേ? വചനം പഠിക്കണ്ടേ? അപ്പം ഞാൻ കയറി എടി എന്നും പറഞ്ഞ് 2 ഷൗട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈശോ പറഞ്ഞു, അപ്പം നീ കുരിശിനെ ചാടിയെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അധികാരം, മക്കളുടെ പുഷ്ടി കൊണ്ട്, അധികാരം കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ അവിടെ കുരിശില്ല. അതെനിക്ക് ഭാരവുമാണ്, എൻ്റെ ആനന്ദം നഷ്ടപ്പെടുത്തും, ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, കുരിശിൽ കയറുന്നത് മരിക്കുവാനായിരിക്കണം. നീ അനുദിനം വഹിക്കുന്ന കുരിശ് എന്നെ പ്രതി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നീ നിന്ദനവും പീഡനവും അപമാനവും ക്ലേശങ്ങളും വിശപ്പും ദാഹവും സാമ്പത്തിക ബുദ്ധിമുട്ടും മക്കളെക്കുറിച്ച ബുദ്ധിമുട്ടും അനുജീവിതത്തിൽ നീ നിന്നെ അലട്ടുമ്പോൾ, നീ അവമതിക്കപ്പെടും, നീ മോഷ്ടിക്കപ്പെടും, നിന്നെ വഞ്ചിക്കുമ്പോൾ നിന്നെ എന്നുള്ളതൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് പോകുമ്പോൾ, ഇപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ആമേൻ പറയണം, സന്തോഷിക്കാൻ പറ്റണം. നിന്റെ നാമത്തെ പ്രതി നമുക്ക് അവിടെ വിട്ടുകൊടുക്കാൻ പറ്റണം. അതല്ലാത്തപ്പോഴൊക്കെ ഞാൻ കുരിശിൽ നിന്ന് ചാടുമെന്നാണ് ഈശോ പറഞ്ഞത്. വീണ്ടും ഈശോ ചേർത്ത് വെച്ചു, കുരിശിൽ നിന്ന് ചാടിയാൽ നിനക്ക് ഉത്തിതനായ എൻ്റെ ശക്തി നിനക്കുണ്ടാവുകയില്ല. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ശുശ്രൂഷ നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ അഭിഷേക കൃപ ശക്തി വേണം. അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് ബോഷത്താവണം, രക്ഷയിൽ ചരിക്കുന്ന എനിക്ക് ദൈവം ശക്തിയായി മാറണമെങ്കിൽ അവന് ശക്തി എന്നിൽ പ്രകടമാകണം. കുരിശിൽ മരിക്കാതെ ഉത്തിതിന്റെ ശക്തി എന്നിൽ ഉണ്ടാവുകയില്ല. ഉത്തിതിന്റെ ശക്തിയില്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാം വെറും പാഴ്വേലയാണ്. മത്തായി 12:34 പറഞ്ഞില്ലേ, ദുഷ്ടരായിരിക്കും നിങ്ങൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന്. ദുഷ്ടരായിരിക്കെ പറയുന്നതെല്ലാം നല്ലതാ, പക്ഷെ ആർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചടി കിട്ടും. കാരണം ഉള്ളിൽ ദുഷ്ടത ഉണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഈ പറയുന്നത് പോലും നല്ലതല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? കൊത്തിരസ് പുണ്യാളത്തൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങി പുല്ല് പറിക്കുക, അവിടെ കിടന്ന ഇലയൊക്കെ മാറ്റിയിട്ടത് പുണ്യപ്രവൃത്തി. അവരെല്ലാം വിശുദ്ധമായി ചെയ്യുന്ന എല്ലാം അവർ ചെയ്യുന്ന വിശുദ്ധമാണ്. നമ്മളെ പറമ്പ് ഇറക്കി മറത്തിട്ട് കയറി വന്നാലും ഒന്നും വിശുദ്ധമാവുന്നില്ല. കാരണം വിശുദ്ധരാവണം, ആദ്യം ഉള്ളി ശുദ്ധമാകണം. അവൻ്റെ ക്രൂശത്തിനോടുകൂടെ ക്രൂശിക്കപ്പെടാതെ ഉത്തിതിന്റെ ശക്തി എന്നിലുണ്ടാവുകയില്ല. ഉത്തിതിന്റെ ശക്തിയാണ് എന്നിൽ നിന്നും പാപം ചെയ്യിപ്പിക്കാതെ പുണ്യപ്രവൃത്തി എന്നെ ശക്തനാക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പുണ്യപ്രവൃത്തി അവൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ്. മത്തായി വിശേഷം 12:30 എന്താ എഴുതി വയ്ക്കുക? എൻ്റെ കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. നമ്മൾ ഓർത്ത് വെക്കണം. ഈ ക്രൂശിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ മനസ്സാകുന്നില്ലെങ്കിൽ എൻ്റെ കൂടെയല്ല, എൻ്റെ എതിരാളി, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ എല്ലാം ചിതറിച്ച് നമ്മുടെ പലപ്പോഴും ചിതറിക്കപ്പെട്ട മക്കളും കുടുംബവും ഇങ്ങനെ ഇരിക്കുന്ന കാരണം എന്താണ്?
കൂടെ ശേഖരിക്കാത്തതുകൊണ്ട് എല്ലാം ചിതറിച്ച് കളയുക. സമൂഹം ചിതറിക്കപ്പെടുന്നു, കുടുംബം ചിതറിക്കപ്പെടുന്നു. അവിടെ എല്ലാം ദൈവരാജ്യത്തിന് പകരം സാത്താൻ്റെ രാജ്യം, അവൻ്റെ വഴികൾ, അവൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വരുന്നത് കൊല്ലുക, മോഷ്ടിക്കാൻ, നശിപ്പിക്കുക. അതെ, കൊന്നുകൊണ്ടിരിക്കുക, നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂശക്തി ഇല്ലാത്തത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഒരേ മനസ്സിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ദൈവം യോജിപ്പിച്ച അവർ വേർപെടുത്തുക, അവർക്ക് ഐക്യപ്പെടാൻ പറ്റുകയില്ല. മക്കളെ ബഹുമാനിക്കാൻ പറ്റും, മക്കൾക്ക് ബഹുമാനിക്കാൻ പറ്റുകയില്ല. കാണപ്പെടുന്ന സഹോദരൻ കാണാൻ സാധിക്കുകയില്ല. ഹൃദയത്തിന് നന്മ ചെയ്യാൻ പറ്റുകയില്ല. ഇതിനെല്ലാം ക്രൂശത്തിൻ്റെ ശക്തി വേണം. ശരീരത്തിൽ സഹിച്ച് പാപത്തിന് വിടുതൽ ലഭിക്കും. മലയാറ്റൂർ 10 ദിവസം തപസ്യാനം നടക്കുക. ബഹുമാനുടെ ജോർജ് കുറ്റിക്കലത്തിൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഒരുപാട് നാൾ ശുശ്രൂഷയാണൊരു അവസരം ദൈവം തന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ധ്യാനം നടക്കുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ഞങ്ങൾ ഷെയറിങ്ങിന് വിടും. ഒരു 5-8 10 ഒരു ഷെയറിങ്ങിന് വിടും. അങ്ങനെ ഒരു ഷെയറിങ് വിട്ടപ്പോൾ അവിടെ സഹോദരന്മാരൊക്കെ ഉണ്ട്. ഒരു സഹോദരി പറഞ്ഞു, ബ്രദറെ, ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു, എത്രയോ മുമ്പ് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ സംഭവം ഞാൻ ഓർക്കുന്നത്രേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ ആ സഹോദരി ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പിന്നീട് നടക്കുമ്പോഴൊക്കെ ഈ പെങ്കൊച്ച് 2 പിള്ളേരുടെ അമ്മ, പിള്ളേരുണ്ട് കൂടെ, അതെപ്പോഴും എന്നെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുഖത്താണ് ധ്യാനിക്കുമ്പോഴൊക്കെ. അപ്പം ഞാനും നോക്കുന്നുണ്ട്. എവിടെയോ എൻ്റെ ചിന്ത മാറിപ്പോകുന്നു. ഒരു ജഡികമായ ചിന്ത, ഒരു അഭിലാഷം ആകർഷിക്കപ്പെടുക. അതെന്നെ മനസ്സ് വല്ലാതെ ഉലച്ചു. പിറ്റേ ദിവസം ഇതെന്നെ സംഭവിക്കുന്നത്. കാണുന്നു, ചിരിക്കുന്നു, പക്ഷേ ഇടവേള സംസാരിക്കും. ഇതൊന്നും ഒരു വിശുദ്ധമായ ഒരു എന്നിൽ നിന്നൊരു കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ജഡികമായ ചിന്ത എന്നെ അങ്ങോട്ട് ആകർഷിക്കുക. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ എല്ലാവരും കിടന്നപ്പോൾ ഞാൻ ദീപികാരൻ്റെ ഈശോയുടെ മുമ്പിൽ കടന്നു ചെന്നു. അവിടെ ചെന്ന് ഞാൻ ഒരു കയ്യിൽ കൊന്തയും കുരിശും എടുത്തു. ഞാൻ ഒരു കാലയിൽ നിന്നു ജപമാലയെല്ലാം തുടങ്ങി. ഈ കാല് കിടക്കുമ്പോൾ ഈ കാലിൽ കാല് മാറ്റി വയ്ക്കും. ഇങ്ങനെ വിരിച്ചു പിടിച്ചാൽ മറിയാതെ നിൽക്കാൻ പറ്റും. ജപമാല ഇളങ്ങി. അങ്ങനെ എൻ്റെ കൈ വേദനിച്ച് തളർന്ന് മടുത്ത് താഴെ ഇടാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ആ വേദന ക്രൂശനായ യേശുവിനോട് ചേർത്തങ്ങ് വെച്ചു. കർത്താവേ, നീ കുരിശിൽ കിടന്നപ്പോൾ വേദന, ഈ വേദന സഹിച്ചു വയ്ക്കാം. ഈ ജഡിക അഭിലാഷം കർത്താവേ എന്നെ പിഴുതെറിയണേ എന്ന് പറഞ്ഞു. ഞാൻ കൈ താഴെയിട്ടപ്പോഴേക്കും കണ്ടൊരു ദർശനം കണ്ടു. ഒരു കഴുകൻ ചിറകടിച്ച് മുകളിൽ താഴേക്ക് വരിക. തല്ലി അളിച്ചിന് മുമ്പിലേക്ക് വീണു. വീണിട്ട് നോക്കുമ്പോൾ പിന്നെ അതിന് തലയോട്ടിയും പപ്പും എല്ലും മാത്രം, ബാക്കി മാംസങ്ങളൊന്നും കണ്ടില്ല. എൻ്റെ പ്രശ്നം അവിടെ തീർന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ സഹോദരിയെ നോക്കുന്നില്ല. എല്ലാ പ്രശ്നം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുമ്പോൾ ഹൃദയം വ്യഭിചാരം ചെയ്യുന്നു. ഒരു ആസക്തി ആ മകളിൽ ഉണ്ടായിരുന്നു. അതെന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നു. അതെന്നെ തിന്മയിലേക്ക് നയിക്കപ്പെടാൻ പോയപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്തു? കർത്താവിനെ കുറിച്ച് ചേർത്ത് വെച്ച് ക്രൂശിച്ചു, വേദനിച്ചു. ശരീരത്തെ നൊമ്പരക്ക് അതിൻ്റെ അടയാളങ്ങൾ സ്വീകരിച്ച് അത് കർത്താവിനെ വെച്ച് കാഴ്ചവെച്ചപ്പോൾ അതിൽ വിടുതൽ ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും പാപം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരത്തിൻ്റെ ആയിരിക്കാം, തർക്കദോഷമായിക്കോട്ടെ, ഒരു മോഷണമായിരിക്കാം, ഏത് തരത്തിലുള്ള നിന്നെ കാണുവാനുള്ള ദുർമോഹങ്ങളായിരിക്കാം. വേട്ടയാടുന്നുണ്ടെങ്കിൽ കർത്താവിനെ കുരിശ് അടയാളം ധരിക്കുക ശരീരത്തിലാണ്. അത് കഴിഞ്ഞിട്ട് മരുന്നുള്ളൂ വേറെ. അവൻ്റെ അടയാളം ധരിക്കുക ശരീരത്തില്. ആ പാപം നിന്നിൽ നിന്നും അത് ശരീരത്തിൽ സഹിച്ചിട്ടോളം പാപത്തോട് വിടവാങ്ങി പാപം അകന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അയലോക്കത്തെ ഒരു കുടുംബം, ഒരു അമ്മച്ചി രാവിലെ വന്നിട്ട് ഓടി വന്നിട്ട് പറയാം, മാത്യു ബ്രദറെ, 1 കിലോ കുരുടന വാങ്ങി വെച്ചിരിക്കുന്ന അവനെയും കൊല്ലും, ഞങ്ങളും ചാവുമെന്ന് പറഞ്ഞു. ഒരു മകനുണ്ട് അവർക്ക്. അപ്പോൾ എന്നും വെള്ളം അടിച്ചേ വരികയുള്ളൂ. വെള്ളം അടിച്ച് വരികയല്ല, അവൻ അവിടെ ഒരു വീടിൻ്റെ പേര് പറഞ്ഞു, സ്ഥലത്തിന് അവിടെ പോയി രാത്രി അവിടെ നിന്ന് ഒരു 2 മണിയൊക്കെ ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ്. അവിടെ നടക്കുന്നത് മദ്യപാനവും വ്യഭിചാരവുമാണ്. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഇവനോട് ചോദിക്കാൻ പാടില്ല, അവൻ വീട്ടിലെ മൊത്തം വഴക്കാണ്. അപ്പോൾ പറയും, ഇന്നലെ ഞങ്ങൾക്ക് റേഡിയോ ഉണ്ടായിരുന്നു. അന്ന് റേഡിയോ ആണ് അവർക്ക് വലിയ കാര്യം, ടി വിയിൽ നിന്ന് കിട്ടിയ സമയമല്ല. അപ്പോൾ പറയാണ്, ഒരു 20 വർഷം മുമ്പത്തെ കാര്യം ഞാൻ ഓർക്കുക. റേഡിയോ ഉണ്ടായിരുന്നു, അത് അവനെടുത്ത് തല്ലി പൊട്ടിച്ചു. പറയാൻ 1 കിലോ കുരുടാൻ വാങ്ങി വെച്ചിരിക്കാം, അവനെ ഞങ്ങൾ കൊല്ലും, ഞങ്ങളും ചാവുമെന്ന്.
ചാവണ്ടേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാം എൻ്റെ അടുത്ത്. എൻ്റെ കർത്താവ് ഈശോ, ഞാൻ എന്താ ചെയ്യാം? ഞാൻ എന്ത് ചെയ്യും? ഞാൻ അമ്മച്ചിയോട് പ്രമിച്ചേ, അമ്മച്ചിക്ക് എളുപ്പം ചെയ്യാവുന്നൊരു വഴി പറഞ്ഞു തരാം, അതൊന്ന് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാമെന്ന് വെച്ചു. എന്ത് വേണേലും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് കുരിശ് മരിക്കുവാൻ വേണ്ടി സഹിത പീഡകൾ ഒരു നിസ്സാരമായ ഒന്ന് തരട്ടെ, ഒന്ന് പറഞ്ഞു, അതൊന്ന് ആവർത്തിക്കാമെന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ചു, യെരമ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, വില കെട്ടോ പറയാതെ സത്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകുമെന്ന്. വില കെട്ടോ പറയാതെ സത്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകുമെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ നാവണമെന്ന് വരുമ്പോൾ ഓരോരുത്തരും വിചാരിക്കാം, അങ്ങനെ ഞാൻ വില കെട്ടോ പറയാതെ സത്വചനം മാത്രം സംസാരിച്ച് യേശുവിൻ്റേത് പോലും നാവ് എനിക്കുണ്ടെന്ന് വിചാരിക്കുക. ആ നാവ് കൊണ്ട് പറയുന്ന എല്ലാം അങ്ങപ്പപ്പം സംഭവിക്കൂലേ? എലിയ പറഞ്ഞില്ലേ, മഴ പെയ്യുന്ന മഴ പെയ്തില്ല, കർത്താവ് ചോദിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞു, അത് അവിടെ നിന്നു, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏലിയ വീണ്ടും പറയേണ്ടി വന്നു. അതുപോലെ നമുക്കൊരു നാവണമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ പറയുന്ന പോലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ എത്ര പേര് ജീവനോടെ കാണും? ഞാൻ തന്നെ കാണും. നമ്മൾ സംസാരിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എത്ര പേര് നമ്മുടെ കുടുംബത്തിൽ കാണും? ശപിച്ചപ്പോഴും പ്രായപ്പോഴും അപ്പോൾ തീർന്നു പോവല്ലേ? എന്നാൽ അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന നാവുള്ളവനാണ് യേശുക്രിസ്തു. കടൽ അടങ്ങുക ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കടൽ അടങ്ങി ശാന്തമായി. തളർവാതിക രോഗിയോട് എഴുന്നേറ്റ് നടക്കുന്നു, എഴുന്നേറ്റ് നടന്നു. കുഷ്ഠരോഗി സുഖം പ്രാപിക്കുന്ന സുഖം പ്രാപിച്ചു. പിശാചിനോട് പോകാൻ പറഞ്ഞ പോയിരിക്കും. അഴുകൽ ആത്രം എഴുന്നേറ്റ് വന്നു. ഇങ്ങനെ എന്ത് പറഞ്ഞു അങ്ങനെ സംഭവിക്കുന്ന നാവുള്ളവനാണ് ഈ കുരിശ കിടക്കുന്നത്. അവനെ പിശാചിന് കൈ കിട്ടിയപ്പോൾ ഇഞ്ചിഞ്ചായി തല്ലി ചതച്ച് അപമാനിച്ച് എന്തെല്ലാം തരം ആക്ഷേപം മുഴുവൻ ആക്ഷേപിച്ച് ഒരു മുൾമുടി ചരിത്രത്തിൽ രാജാവാക്കി, ഞങ്ങളെ കൊടുത്തവൻ രാജാവെ സ്തുതി എന്ന് പറഞ്ഞ് അപമാനിച്ചു. ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കർത്താവിന്റെ വായിൽ നിന്ന് ഒരു വിലകെട്ട വാക്ക് വീണ് ഇവരെ ശപിക്കണം. കർത്താവ് എത്രമാത്രം മൗനം വാചിച്ചതുകൊണ്ടാണ് അങ്ങനെ മരിക്കുവാൻ സാധ്യത. ആ കുരിശിൽ കയറാൻ വേണ്ടി കർത്താവ് തന്നെ നാവിനെ എത്രമാത്രം നിയന്ത്രിച്ചു. ഒരു വിലകെട്ട വാക്ക് പറയാതെ പിതാവ് ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ഓരോ വേദനകളും, ഓരോ അടിയും, ഓരോ ചമ്മട്ടിയടിയും, ഓരോ നിന്ദനവും കുരിശു ചുമക്കുമ്പോഴും അടിച്ച് കയറ്റുമ്പോഴും ആ മണിക്കൂറുകളിൽ ദിവസങ്ങളിലെല്ലാം എത്രമാത്രം ഒരു വിലകെട്ട പറയാതിരിക്കാൻ വേണ്ടി കർത്താവ് നാവിനെ എത്രമാത്രം നിയന്ത്രിച്ചു. ഞാൻ എൻ്റെ നാവിനെ എത്രമാത്രം നിയന്ത്രിക്കുന്നുണ്ട്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. എന്നെ അമ്മച്ചൊരു 3 ദിവസത്തേക്ക് നാവിനെ ഒന്ന് തളർത്തിടണമെന്ന് പറഞ്ഞു. അവൻ വരുമ്പോൾ, അല്ല ഭർത്താവ് വരുമ്പോൾ വയറ് വെള്ളം കൊണ്ടോ അല്ലെ പഴം വയലേക്ക് ഇട്ടു, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. ഒരു 3 ദിവസത്തേക്ക് മിണ്ടായിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും അത് ദിവസത്തിന്റെ ക്ലേശങ്ങൾ മതി എന്നല്ല പറഞ്ഞിരിക്കണേ. ഇന്ന് രാവിലെ തീരുമാനമെടുക്കുമോ വൈകുന്നേരം വരെ വിലകെട്ടോ പറയരുത്, നാവിനെ നിയന്ത്രിക്കുക, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവൻ വരുമ്പോൾ ഇന്നലത്തെക്കാളും ഗൗരവമുള്ളവനായിട്ട് വരും. എന്തുണ്ടായാലും അനങ്ങിപ്പോയി കിടന്നു പറഞ്ഞു. 2-ാം ദിവസവും അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. 3-ാം ദിവസം അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. എങ്ങാൻ തെറ്റിപ്പോയാൽ ഞാൻ പറഞ്ഞു, പത്രോസിനെ പോലെ ആരൊക്കെ ഉപേക്ഷിച്ചാൽ ഞാൻ ഉപേക്ഷിക്കുന്ന പത്രോസ് അവസാനം ആണയിട്ട് പറഞ്ഞ് നെഞ്ചത്ത് കരഞ്ഞോളം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനിടയാകരുത്, 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അമ്മച്ചി പോയി. ഞാൻ പിന്നെ കഥയും പറഞ്ഞു. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ ഓടി വന്ന് എന്നെ വിളിച്ചു, ബ്രദറേ എന്ത് പറ്റി, എന്താ സംഭവിച്ചെന്ന് അറിയാമല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഇന്നലെ അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാ വീട്ടിൽ കയറി വന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ അവൻ എന്നെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാ വീട്ടിൽ കയറി വന്നത്. ഹല്ലേലൂയ. അതെ, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരം, ഭാര്യയുടെ മാനസാന്തരം, മക്കളുടെ മാനസാന്തരം, മാതാപിതാക്കളുടെ മാനസാന്തരം, സഹോദര മാനസാന്തരം, സ്നേഹിക്കുന്ന സ്നേഹം മാനസാന്തരം. മക്കളെ, കുഞ്ഞുങ്ങളെ, അവൻ്റെ അടയാളങ്ങൾ ധരിക്കാതെ ലഭിക്കുന്നില്ല. ഞാൻ വേദനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കൂടെ വേദനിക്കണേ എന്നുള്ള ആ ഒരു നമ്മൾ റോമർ 8:17 അവന്റെ കൂടെ പീഡ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നതെന്ന് ഓർക്കണം. അവന്റെ കൂടെ പീഡ കിട്ടുന്ന അവസരങ്ങളെല്ലാം അത്യധികമായി ആനന്ദിക്കണം. അതാ പൗലോസ് ചെയ്തത്. ക്രൂശിതനെ പറ്റി എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ.
രണ്ടാമത്തെ അടിയേറ്റപ്പോഴും പീഡനമേറ്റപ്പോഴും അവൻ അടിപതറിയില്ല. സെന്റ് സെബസ്ത്യാനോസ് ഒക്കെ ഇത് ആ ദൈവിക സത്യം, ആ ഉൾക്കാഴ്ച, ആ നിധി കണ്ടെത്തിയത് കൊണ്ടാണ്. ഒരു പ്രലോഭനമുണ്ടായപ്പോൾ ആ രാജാവ് പറഞ്ഞു, സൈന്യാധിപനാണല്ലോ, രാജ്യത്തിൻ്റെ പകുതി തരാം. അതെ, തന്നെ പോലെ എൻ്റെ പകുതി, എന്നെ പോലെ ഞാൻ ഒരു സ്ഥാനത്തിരുത്താം. മകളെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് വേണ്ടെങ്കിൽ നിനക്ക് തരാൻ പോകുന്നത് 50 മരണമാണ്. സെബസ്ത്യാനോസ് ഈ രഹസ്യം അറിയാവുന്നത് പറഞ്ഞു, ഭാര്യയും മരിക്കും, ധനവും നഷ്ടപ്പെടും, ഞാൻ ഒരിക്കൽ പോകേണ്ടതല്ലേ. ക്രിസ്തു ഒരിക്കലും എന്നെ നകന്നു പോകുന്നില്ലോ. ഓരോ അമ്പ കയറുമ്പോഴും, അവൻ ശരീരത്തിൽ ഉളത്ത് കയറുമ്പോൾ വേദനിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാണ് സഹിക്കുന്നത്, അവനോട് കൂടെയാണ് ഞാൻ അവനോട് കൂടെ ഉത്തേജനാവും, ഞാൻ അവൻ്റെ ശക്തിയാണ് സംഭരിക്കുന്നത്. അതുകൊണ്ട് ആ മരണത്തിന് തന്നെ സമർപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ അടുത്ത പെരുമ്പാവൂർ ഒരു റാണി മരിയ സിസ്റ്റർ ഒരു നീതൻ കത്തിക്കൊണ്ട് അവൻ്റെ മടുക്കുവോളം കുത്തി വീഴിച്ചു. ആ റാണി മരിയയ്ക്ക് അറിയാം, ഓരോ കുത്തുമേടിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെയാണ് ഞാൻ മേടിക്കുന്നത്, അവനോട് കൂടെ ഞാൻ മഹത്വമുണ്ടാകുമെന്ന്. അതുകൊണ്ട് ഉള്ളിൽ വേദനിച്ചില്ല, ഹൃദയം വേദനിച്ചില്ല, മനസ്സ് വേദനിച്ചില്ല, ശരീരം നൊമ്പപ്പെട്ടു മുറിക്കപ്പെട്ടു. അവനെ അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചതിൻ്റെ ഫലം ഇന്ന് ആ മകൻ ക്രിസ്ത്യാനിയായി, അവൻ വിശ്വാസി. അതോ എത്രയോ പേര് മരിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ കൊലപാതകം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എവിടെ ആരാണ് മാനസാന്തരം, എവിടെയാണ് പുനരുത്ഥാനം ഉണ്ടായത്? ഇന്ന് ആ കബറടങ്ങളിലേക്ക് എത്രയോ പേരാ കടന്നു ചെല്ലുന്നത്. നമ്മളും നമ്മുടെ മാതാപിതാക്കളും പൂർവികരൊക്കെ ഒത്തിരി സഹിച്ചിട്ടുള്ളവരാണ്. അല്പണസമയുടെ സഹനമൊക്കെ അവരെ സഹനം വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അവരെ അമ്മയേക്കാൾ കൂടുതൽ സഹിച്ചവർ നമ്മുടെ മാതാപിതാക്കളുടെ പൂർവികരൊക്കെ അത്രമാത്രം ഈ ലോകത്തോടും പട്ടിണിയോടും രോഗത്തോടും മല്ലടിച്ച് വളർന്നവരാണ്. മക്കളുടെ തല്ലോ, മാതാപിതാക്കളോ, ഭർത്താവിൻ്റെ തല്ലോ, ഭാര്യ കൊണ്ട് അങ്ങനെ പീഡനമേറ്റ് മരിച്ചവരാണ്. അവിടെ എന്തൊരു തിരിയെത്തിക്കാൻ പോലും ആരും പോകാത്തത്, ആ സിംസിൽ പുല്ല് പറിക്കാൻ പോലും പോകുന്നില്ലെങ്കിൽ കാരണം അതൊന്നും ക്രിസ്തുവിൻ്റെ അടയാളങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല. ഗതികേട് കൊണ്ടോ നിവൃത്തികേട് കൊണ്ടോ ഒക്കെ സ്വീകരിച്ച് ചെയ്യാത്ത കുറ്റത്തിന് നിന്ദനവും ചെയ്യാത്ത കാര്യത്തിന് പീഡനം വരുമ്പോൾ അതാണ് ക്രൂശിതന്റെ അടയാളം. അതെന്റെ പാപത്തിന് പരിഹാരമാണ്, എൻ്റെ രക്ഷയ്ക്ക് അടയാളമാണ്, എൻ്റെ ഉയർപ്പിന് അത് ശക്തിയാണ് എന്ന് ആ നാമം ഉച്ചരിക്കാത്തത് കൊണ്ടും ആ അറിവിന് വളരാത്തത് കൊണ്ടും അതെല്ലാം നിഷ്ഫലമായി പോയത് കൊണ്ടല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ ഫലമെന്താ? ഈ ഉയർപ്പ് മാത്രമല്ല, ഇവിടെ നമ്മൾ കണ്ടു പത്രോസ് ലേഖനം 1:4 ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാൻ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് വരണമേ വരണമേ എന്ന് എപ്പോഴും പറയും. വരിക മാത്രമല്ല, നമ്മൾ വസിക്കണമെങ്കിൽ ഈ പീഡകളോട് പങ്കുകാരാവണം. ഈ പീഡകളിൽ പങ്കുകാരാകുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കും. നമ്മൾ കുട്ടികൾ നമ്മളിൽ അവൻ ഒരിക്കലും അകന്നു പോവുകയില്ല. ഈ ദൈവാത്മാവിൽ വസിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്, അതിന്റെ ഫലമുണ്ട്. എന്ത് ഫലം എന്താണെന്നാൽ റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9 മുതൽ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. റോമർ 8:9 മുതൽ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ അരൂപിയില്ല, മനുഷ്യന്റെ അരൂപിയില്ല, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നമ്മൾ വസിക്കണമെങ്കിൽ അവന്റെ പീഡകളിൽ പങ്കുകാരായാൽ മാത്രമേ സാധിക്കൂ. അനുദിനം കിട്ടുന്ന കൊച്ചു സകനം വേദന നിന്ദന അപമാനവും നഷ്ടപ്പെടലൊക്കെ അവനെ ഓർത്തു നിത്യജീവൻ ഓർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ പീഡനം ഓർത്തുകൊണ്ട് അതിൽ ആനന്ദിക്കുവാനും സന്തോഷം കെട്ടുന്നുവാനും സാധിക്കുമ്പോൾ മഹത്വത്തിന്റെ ആത്മാവ് അതിന് വസിക്കും. അങ്ങനെ അവന്റെ ആത്മാവ് അതിന് വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൻ ഉള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ്, നമ്മൾ ക്രിസ്തുവിന്റെ സകലത്തിൽ പങ്കാളിയാകുമ്പോൾ, അവരുടെ കൂടെ മരിക്കുമ്പോൾ, അവന്റെ ആത്മാവിൽ, അവന്റെ മഹത്വത്തിന്റെ ആത്മാവിൽ നിറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. വലിയൊരു അനുഗ്രഹം, വലിയ നിധിയാണത്. അപ്പോൾ അത് റോമർ 8:9 നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല.
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തുവിനുള്ളവനല്ല. ഈ സഹനത്തിലൂടെ പോയി ക്രിസ്തുവിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ് എന്നിൽ ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് ഉള്ളവളല്ല. ഒരു ക്രിസ്ത്യാനി നാമം മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ ഉള്ളൂ. കർത്താവിന് അപമാനമാണത്. ക്രിസ്തുവിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ഉള്ളിലുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായി തീരും. എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ പിതാവായ ദൈവം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക്, പാപം മൂലം മർത്യമായ നിന്റെ ശരീരങ്ങൾക്ക് നിങ്ങളിൽ എന്നിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. അതെ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ പിതാവായ ദൈവം എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ, ഈ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ പിതാവായ ദൈവം നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ് നിനക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്, നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്, ഉയർപ്പ് പ്രദാനം ചെയ്യുന്നത്, ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതെ, അതിനപ്പുറം ഈ ഭൂമിയിൽ എന്താണ് എനിക്ക് നേടാൻ സാധിക്കുക? എൻ്റെ ഒരു ഉയർപ്പ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, ആ യഥാർത്ഥ വസിക്കണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നെങ്കിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കുടികൊള്ളുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഈ ആത്മാവ് നിന്നിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, നീ പാപം നിമിത്തം മരിച്ചവളാണെങ്കിലും മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം പിതാവ് ദൈവം നിന്നിൽ വസിക്കുന്ന ഈ ആത്മാവിനാലാണ് നിനക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്, നിത്യത പ്രദാനം ചെയ്യുന്നത്, ഈ പാപത്തിന് ഉയർപ്പ് ലഭിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഉദ്ധാനം നടക്കണം, ഈ ജീവൻ പ്രദാനം ചെയ്യണമെങ്കിൽ, നിത്യം ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വരണം. അവന്റെ ആത്മാവിന്റെ ഉള്ളിൽ വരണമെങ്കിൽ അവന്റെ പീഡകളിൽ പങ്കുകാരാകണം. എൻ്റെ കുടുംബം, യഥാർത്ഥത്തിൽ കുടുംബത്തേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ കുടുംബം ഒരു സ്വർഗമാണ്, നരകമല്ല. കാരണം ഈ കുടുംബത്തിൽ ഉള്ളവരാണ് എനിക്ക് ജീവൻ നൽകുവാൻ പര്യാപ്തമാകുന്നത്. ഇവരോട് ഞാൻ ക്ഷമിക്കുമ്പോഴാണ്, ഇവരെ ഞാൻ യേശുവിനെ പ്രതി ഇവരോട് ക്ഷമിക്കുമ്പോൾ, യേശുവിനെ പ്രതി ഞാൻ ഇവരെ സഹിക്കുമ്പോൾ, യേശുവിനെ പ്രതി എന്നെ ഉപദ്രവിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം ഒരുക്കി കൊടുക്കുമ്പോൾ, യേശുവിനെ പ്രതി എന്നെ തിരസ്കരിക്കുന്നവർക്ക് ഞാൻ പണിയെടുത്ത് ജോലി ചെയ്ത് അവർക്ക് അന്നം കൊണ്ട് കൊടുക്കുമ്പോൾ, യേശുവിനെ പ്രതി എന്നെ ഉപേക്ഷിച്ച മക്കളെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, യേശുവിനെ പ്രതി എന്നെ ഉപേക്ഷിച്ച ഭർത്താവിനെ ഭാര്യയെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, യേശുവിനെ പ്രതി മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുമ്പോൾ, നന്മയ്യാത്തവരെ ഞാൻ സ്നേഹിക്കുമ്പോൾ, ഉപകാരികളെ ഞാൻ സ്നേഹിക്കുമ്പോൾ, എല്ലാം ക്രിസ്തുവിനെ പ്രതി ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായി വളരുകയാണ്. എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. ഈ പീഡകൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ലഭിച്ചു പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരു ശത്രുക്കളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സഹനമല്ലേ സ്വർഗം തുറക്കുന്ന താക്കോല്. മത്തായി 16:19 സ്വർഗരാജ്യത്തെ താക്കോലുകൾ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു കൂട്ടം താക്കോല് 10 ദിവസം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് വേണം സ്വർഗം തുറക്കാൻ. ഇവിടെ തുറക്കുമ്പോൾ സ്വർഗത്തിൽ തുറക്കപ്പെടും, ഇവിടെ അടയ്ക്കുമ്പോൾ സ്വർഗം അടയ്ക്കപ്പെടും. അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. സ്റ്റെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി കല്ലെറിയുമ്പോൾ എന്താ പറഞ്ഞത്? കല്ലേറ് കിട്ടിയപ്പോൾ ഈ പാപം ഇവരെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഇതാ സ്വർഗം തുറന്നു. സ്വർഗത്തിന് താക്കോലാണത്. അവിടെ സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവപിതാവിനെ പുത്രനെ കണ്ടു,
മാലാഖമാർ ഇറങ്ങിയവർ കയറുമ്പോൾ കണ്ടുകൊണ്ടാണ് ആ മകൻ മരിക്കുന്നത്. മറ്റുള്ളത് ഇവനത് വിളിച്ചു പറഞ്ഞപ്പോൾ ആക്രോശിച്ചുകൊണ്ട് കല്ലുകൊണ്ട് ഏറെ എണ്ണം കൂട്ടുക ചെയ്തത്. പക്ഷേ സപസ്റ്റാനസ് സ്വർഗം കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ നോയമ്പ് കാലം ഈ ഓരോ ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവനെ സ്നേഹിച്ച് അനുകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദൈവരാജ അനുഭവം ഇവിടെ തന്നെ നമുക്കുണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സഹനം ഒരു മധുരമാണ്. എനിക്ക് ആനന്ദിക്കുവാൻ പറ്റണം. ആരെങ്കിലും എന്നെ സഹായിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, നഷ്ടപ്പെടുത്തുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ശരീരത്തെ നോവട്ടെ, മനസ്സ് നൊമ്പരപ്പെടരുത്, ഹൃദയം നൊമ്പരപ്പെടരുത്. ഒരു കൊച്ചുകാരിയോട്, ഒരു സാക്ഷിയോട് ഞാൻ പറയുകയാണ്. ഒരിക്കൽ കർത്താവിൻ്റെ മുന്നിൽ കുറച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദന കൂടുമ്പോൾ എവിടെ പോവുക? കർത്താവിൻ്റെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശ്വരനോട് കാര്യം പറഞ്ഞു, മോനെ, നീ ഈ കുരിശുമായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് വേദനിച്ച് സങ്കടപ്പെടുമ്പോൾ, നീ ആശ്വാസം നൽകി എഴുന്നേറ്റ് പോകുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം, നീ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് വേദന കുറയ്ക്കാൻ പറ്റുമെന്ന് ഈശോ പറഞ്ഞു. നീ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് സങ്കടം, ഭാരം കുറയുമെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, മോനെ, എനിക്ക് ഒരു ദർശനം കാണിച്ചു തന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഞാനൊരു സ്നേഹിതൻ്റെ വീട്ടിൽ പോകുമെന്ന് വിചാരിക്കാം. എനിക്ക് വീട്ടിൽ തേങ്ങയില്ല. അപ്പോൾ തേങ്ങ ഇട്ട് ഉച്ചരിക്കുക. അവൻ പറഞ്ഞു, മാത്യു, നിനക്ക് തേങ്ങയില്ല, എന്താ ഒരു ചാക്ക് കൊണ്ടുപോക്കണം പറയാം. അപ്പോൾ തേങ്ങ ഭയങ്കര വിലയാണ്. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചുമക്കാന്ന് അത്രയും ഞാൻ കെട്ടി തല വെച്ച് ഒന്നുകൊണ്ട് പോവാം. കുറച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും വേണ്ടായിരുന്നു, ഭയങ്കര ഭാരം. കിട്ടിയതല്ലെന്ന് ഓർത്ത് കൂടുതൽ കയറ്റി വെച്ചു. പിന്നെ വിഷമിച്ച് മറ്റോ സ്നേഹിതം വരിക, എന്നാ മാത്യു തലയിൽ തേങ്ങ, നീ മടുത്തുള്ളെങ്കിൽ ഞാനത് എടുക്കാം. വലിയ ആവശ്യം ഞാൻ അവരുടെ തലയിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഫ്രീ ആയി, ആശ്വാസം കിട്ടും. ഈശോ പറഞ്ഞ, നീ ആശ്വാസിക്കപ്പെടുമ്പോൾ ആ ഭാരം പോയിട്ടില്ല, അത് മറ്റൊരുവൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തിട്ടില്ലേ. നീ വന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോകുമ്പോൾ നിന്റെ നൊമ്പരം, ആ വേദന ഞാൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് മകനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ, നിനക്ക് വേദന കുരിശുകൾ വരുമ്പോൾ നീ വേദനിക്കരുത്, നൊമ്പരപ്പെടരുത്, നീ ആനന്ദിക്കണം. അപ്പോൾ എനിക്കത് സഹിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിൽ പരം ഈശോയെ സന്തോഷിപ്പിക്കാൻ മറ്റെന്താണുള്ളത്? അതെ, അവനെ പ്രതി നിന്ദിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം, അവമതിക്കപ്പെടണം, പരിത്യജിക്കപ്പെടണം, ഒറ്റപ്പെടണം, ശപിക്കപ്പെടണം, തട്ടിപ്പറിക്കപ്പെടണം, അവമാനിക്കപ്പെടണം, ഒറ്റപ്പെടണം, ആർക്കും മനസ്സിലാവാതെ ഞാൻ ഇരിക്കണം. ഒരവസ്ഥ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. കർത്താവേ, നിന്നെ പ്രതി കർത്താവ്, നിനക്ക് സന്തോഷമാണോ? ഐ ആം വെരി ഹാപ്പി. ഈശോയോട് ചോദിക്കണം, കർത്താവ് നിനക്ക് സന്തോഷമാണോ? ഒരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ ചോദിക്കും, ഈശോയെ, ഇന്നലെ നിനക്ക് സന്തോഷമായിരുന്നു, ഞാൻ നിന്നെ സങ്കടപ്പെടുത്തി ഈശോയെ. സോറി ജീസസ്, ഈ പ്രഭാതത്തിൽ ഇന്ന് വൈകുന്നേരം വരെ കർത്താവേ നമുക്കൊന്നിച്ചായിരിക്കാം, നമുക്കൊന്നായിരിക്കാം. എൻ്റെ കൂടെ ഉണ്ടല്ലോ, സങ്കടപ്പെടാതെ കൃപ എനിക്ക് തരണമേ, കൃപയ്ക്ക് മേൽ കൃപ തരണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുമ്പോൾ സുന്ദരമാണ്, പക്ഷേ ഈ കുരിശ് വഹിക്കണമെങ്കിൽ അതിന് താഴെ മറ്റൊന്നുകൂടി തിരിച്ചു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന നിന്നെ തന്നെ പരിത്യജിക്കുക. കുരിശ് പരിത്യജിക്കാതെ, അത് നമുക്ക് അടുത്ത മണിക്കൂറിലേക്ക് നമുക്ക് കിടക്കാം. പരിത്യജിക്കാതെ കുരിശെടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് പരിത്യജിക്കാൻ? നമുക്ക് വീണ്ടും കിടക്കാം. ഈശോയ്ക്ക് ഹൃദയമായിരിക്കട്ടെ. നമുക്ക് കേട്ട വചനം ഒന്ന് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് പക്ഷെ അമ്മയോട് ഇന്ന് പ്രാർത്ഥിക്കാം. അമ്മ ഇതാ കർത്താവിൻ്റെ ആസ്തി എന്ന് പറഞ്ഞ പിന്നെ അമ്മയ്ക്ക് സങ്കടമില്ലല്ലോ, പരാതിയില്ലല്ലോ. ഒരു ജീവിതം നമുക്ക് മുമ്പിൽ നയിച്ച അമ്മയോട് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോട് കൂടെ സ്ത്രീയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, എൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമ്മിലുടെ വീക്ഷിച്ചോണേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.